25,000 രൂപയ്ക്ക് കഴിഞ്ഞ ആഴ്ചയല്ലടാ എഞ്ചിന്റെ പണി തീർത്തു. നീയൊക്കെ ഇവിടെ എന്തുണ്ടാക്കണാണ്? ഞങ്ങ ഈ കല്ലിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഓടണല്ലേ, അങ്ങനെ ഓടുമ്പോ ഇഞ്ചത്തിന് അതിൻ്റെതായ കംപ്ലൈന്റ് ഒക്കെ വരും. അതൊന്നും ഇവിടെ പറ്റിയല്ല. നാളെ മുതൽ വേറെ വെള്ളം പിടി. മനസ്സിലായ എന്ന് പറഞ്ഞ എങ്ങനെയാണ്? ശിവചേട്ടാ ഒരു സെക്കൻഡ് ഒന്ന് വരും. പിന്നെന്താ മോനെ? എന്താണ് രാശേ പതിവില്ലാണ്ട് എന്നെ കാണാം? പൈസക്ക് ഇച്ചിരി അത്യാവശ്യമുണ്ട്. അപ്പോ ഒന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് സഹായിക്കണം. അതിന് നിന്നോട് ഞാൻ ഡീല് നേരത്തെ പറഞ്ഞല്ലേ? അതല്ലേട്ടാ, എനിക്ക് ഇപ്പം ആ ഡീലിന് ഓക്കെയാണ്. ചേട്ടൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ പൈസ നാളെ തരുവാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. നീ നല്ലപോലെ ആലോചിച്ചിട്ടാണോ? അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ നാളെ ആക്കണെന്തിനാ? ഇന്ന് തന്നെ വന്നേക്കാം. മതിയോ? നാളെ മതി. പിന്നെ ചേട്ടാ, തൽക്കാലത്തേക്ക് ഒരു വാടക വീട് കിട്ടുന്നവരെ ഞാനവിടെ താമസിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവോ? ഒരു ബുദ്ധിമുട്ടുമില്ല. നീ എന്റെ ചെക്കനല്ലേടാ. ഞാൻ നോക്കണോ വീട്? വേണ്ട, ഞാൻ നോക്കിക്കോളാം. അങ്ങനെയാണെങ്കിൽ നാളെ കാണാം. അതെ, ഒരു മിനിറ്റ്. കാശേ, ഇതിലൊരു ഒപ്പിട്ടെ. കാശ് വന്നതിനൊരു തെളിവ് വേണ്ടേ? അതാ. ആധാരം. സിബി ഒരു വാക്ക് പറഞ്ഞ വാക്കാ. പിടി, ബാക്കിയുണ്ട്. ഓക്കെ അല്ലേ? രജിസ്ട്രേഷൻ ഡേറ്റ് ഞാൻ അറിയിക്കാം. പിന്നെ വരുമ്പോ നിന്റെ പെങ്ങളെ കൂടി കൊണ്ടുവരണം. ഭാവിയിലൊരു പ്രശ്നം ഉണ്ടാവരുതല്ലോ, അതാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് വാടക വീട് തപ്പിക്കോ. പോട്ടെ. വാഷിംഗ് അറേഞ്ച്ഡ്. സേഫ്. അതൊക്കെ ചെയ്തു. ഇത് സേഫായിട്ട് വെച്ചോ. അല്ലെങ്കിൽ Teresa. Yes. You know what? I got the cash. Is it? Yes. Oh, Adipoli. Adipoli. You Malayalam? Huh. Hey, can you take me somewhere? When? Now? Okay. Okay, 1 minute. Okay. ഇതെന്താ റെസ്റ്റോറന്റ് വിട്ട് പഴയ പണിക്ക് പോയാ? അതല്ലടോ, കച്ചവടമൊക്കെ ഒന്ന് സെറ്റ് ആവുന്നവരെ ഇത് സൈഡിലൂടെ വിട്ടേക്കാം, അല്ലെങ്കിൽ പണി നടക്കൂല. എങ്ങനെ കൊടുക്കാൻ കാശ് എടുത്ത് കിട്ടി? അതൊക്കെ സംഘടിപ്പിച്ച്. അതെന്തായാലും നന്നായി. അവള് ഭയങ്കര ഹാപ്പിയാ. ഇതെവിടെയായിരുന്നു? കൂടപ്പറപ്പിനെ പോലെ കണ്ടാ തന്നെ ഒരു വാക്ക് പറയാൻ മേലായിരുന്നു എന്നോട്. ഇനി മേലെ വിജേട്ട കുഞ്ചേട്ട എന്ന് പറഞ്ഞ എന്റെ അടുത്ത് വന്നേക്കരുത്. എന്താണ് വിഞ്ചേട്ടാ, എന്താ കാര്യം? എന്താണെന്നാ എന്റെ കൊച്ചി ഈ വീട് സ്ഥലവും വിറ്റ് ചെക്കിന് കാശ് കൊടുക്കാൻ. ഇവിടെ നിന്ന് ഇറങ്ങിയവൻ എന്ത് ചെയ്യും? ഇവിടെ പോന്നു ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് നിൽക്കണേ. വെഞ്ചേട്ടാ, ഒരാൾ പെട്ടിരിക്കുമ്പോൾ എങ്ങനെയാ വെഞ്ചേട്ടാ വീടും കെട്ടിപ്പിടിച്ചിരിക്കണേ?
നമ്മളോ ഗതി പിടിച്ചില്ല. നമ്മൾ കാരണം ഒരാൾക്ക് ഉപകാരം ഉണ്ടാവുന്നുണ്ടോ ഉണ്ടായിക്കോട്ടെ. പിന്നെ എൻ്റെ കാര്യം, എനിക്ക് നിങ്ങളൊക്കെ ഇല്ലേ വെഞ്ചേട്ടാ. എനിക്കൊരു പായം തലയണം കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഒരു മൂലയ്ക്ക് ഞാൻ പോയി കിടന്നോളാം. എടാ എന്നാലും ഇത് കടന്ന കൈയായി പോയുള്ള രാജേഷ്. വെഞ്ചേട്ടാ, നിങ്ങൾ അവളുടെ സന്തോഷം ഒന്ന് കാണണം. എനിക്കിപ്പോൾ ഉത്തരവാദിത്തോടെ എന്തോ ചെയ്തു എന്നുള്ളൊരു തോന്നല. വെഞ്ചേട്ടാ, നമുക്കുള്ളത് വരും വെഞ്ചേട്ടാ. വരും, അതും വിചാരിച്ചിരുന്നു. എല്ലാം വിട്ടു നശിപ്പിച്ചേച്ചേ. Teresa, let's go. ഓക്കെ. എങ്ങോട്ടാ അവളെ? അവൾക്ക് എവിടെ പോകണമെന്ന്. ആ എന്നാ പോയിട്ട് വാ. പോയിട്ട് വരാം. നിങ്ങളുടെ US വിസ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് ആണല്ലോ. റിജക്റ്റോ? അതെ. എന്താ റീസൺ? അത് പറഞ്ഞിട്ടില്ല. ചൈനീസ് കമ്മ്യൂണിസ്റ്റുകാരെ US അധികം പ്രോത്സാഹിപ്പിക്കാറില്ല, അതായിരിക്കാം. ചൈനീസ് കമ്മ്യൂണിസ്റ്റോ? What? No, I'm not a Chinese. I'm not a communist. I'm from Tibet. I'm a Tibetan. But your passport is Chinese. Shit. ഷിങ്, വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാവുമോ? റീഅപ്ലൈ ചെയ്ത് നോക്കാം, പക്ഷെ പാടാണ്. ഷിങ്, you just wait here. ആ തമിച്ചേട്ടാ, ഞങ്ങളുടെ സ്ഥലവും സിബി മേടിച്ചടാ. ആ ചേട്ടാ ഹാപ്പി ആയില്ലേ? ഇനി സന്തോഷത്തോടെ മോളുടെ കൂടെ പോയി താമസിക്കാലോ. സന്തോഷം. അമ്മയുടെയും മോക്കടെയും നിർബന്ധമാടാ ഇവിടെ വിൽക്കണമെന്ന്. സത്യത്തിൽ എനിക്ക് പോകണമെന്നില്ലടാ. ഞാൻ കരുതിയത് നീ ഇവിടം വിട്ടൊരിക്കലും പോയില്ലെന്നാണ്. ആഗ്രഹം ഉണ്ടായിട്ടില്ല ചേട്ടാ, ഗതികേട് കൊണ്ടാണ്. വിധി എന്ന് പറഞ്ഞ ഒന്നില്ലേ, എല്ലാം അതുപോലെ നടക്കട്ടെ. ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, നീ അതൊന്നും മനസ്സിൽ വെക്കരുത്. ഏയ് അതൊന്നുമില്ല ചേട്ടാ, ചേട്ടങ്ങളാ. ശരി പോട്ടറാ. Rajesh, I don't need this money anymore. I can't go to America. And you have done a lot for me. Rajesh, I can't believe you sold this house for me. Why did you do that, Rajesh? This was your only home. Now, if you wish to do anything for me, just take this money and bring back your home. I want to see this happen before I leave. Take this money. Yes. Eat. കറി ഞാൻ കൊണ്ടുവരാം. എന്താണ് രാജേഷേ, നമ്മളെല്ലാം പറഞ്ഞു ഉറപ്പിച്ചല്ലേ? എന്നിട്ടിപ്പോൾ വന്നിങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? വീട് എനിക്ക് തിരിച്ചു വേണം. ചേട്ടൻ ഈ പൈസ വെച്ചിട്ട് എൻ്റെ ആധാരം ഇങ്ങ് തിരിച്ചു തരുവാണെങ്കിൽ ഞാനത് ബാങ്കിൽ വെച്ചിട്ട് ചേട്ടൻ്റെ ബാക്കിയുള്ള കാശ് ഞാൻ തന്നോളാം. അപ്പം ഞാനാരായി? ഊളൻ അല്ലേ? നീ പിടിച്ചേ, പിടിയടാ. ആളിഞ്ഞ സെന്റിമെന്റ്സ് ആയിട്ട് ഇറങ്ങിയേക്കനാണ്. ഇറങ്ങിപ്പോടാ.
ഒന്ന് നിർത്തിക്കണം നിന്റെ ഈ മുതലാളികളി. സമാനപരമായിട്ട് തീർക്കാൻ വന്നപ്പോ നീ തലേ കയറുന്ന ഉണ്ടാക്കണം. വിഞ്ചേട്ടാ ഞാൻ ഉണ്ടാക്കൂടാ. അത് ചോദിക്കാൻ നീ ആരാണ്? നിന്റെ തന്ത. ആരോട് തന്ത്രം പറയട്ടെ. എടാ ഈ കരക്കാരുടെ ഉണക്കച്ചമ്മി കട്ടുവിറ്റ കാശ് കൊണ്ടല്ലോ നീ ഇത് കൊണ്ടുപോയി. മതി, വാ. നീ വല്ല മോനാളെ കളിക്കുന്നുടാ കള്ള. ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. നീ എന്ത് വിഞ്ചേട്ടാ ഇങ്ങോട്ട് പോ. നീ വാ എടുത്താ തന്നെ